വീട്ടി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിൽ മിക്കവാറും പേരുടെയും പോക്കറ്റിലും ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടാകും. ഷോപ്പിങ്ങിനും ബില്ലുകൾ അടയ്ക്കാനും റിവാർഡ് പോയിന്റുകൾ നേടാനും ഒക്കെ നമ്മളിത് വലിയ തോതിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന 2026 ഏപ്രിൽ 1 മുതൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 5 ആദായ നികുതി നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നുണ്ട്. നിലവിലുള്ള ഇൻകം ടാക്സ് നിയമം 1962 പകരം വരാൻ പോകുന്ന പുതിയ ഇൻകം ടാക്സ് നിയമം 2026 പ്രകാരമുള്ള മാറ്റങ്ങളാണിവ. ഈ മാറ്റങ്ങൾ നിങ്ങൾ കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ ആദായ നികുതി വകുപ്പിൽ നിന്ന് നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് ആ മാറ്റങ്ങളെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒന്നാമത്തെ മാറ്റം ഉയർന്ന തുകയുടെ ബിൽ പേയ്മെന്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ബില്ലായി അടയ്ക്കുന്ന തുക ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ ബാങ്കുകൾ അത് ആദായ നികുതി വകുപ്പിനെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതിനെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. പുതിയ നിയമപ്രകാരം 2 തരത്തിലാണ് ഈ റിപ്പോർട്ടിംഗ് നടക്കുക. ഒന്നാമതായി, നിങ്ങൾ ഒരു വർഷം 1 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ക്രെഡിറ്റ് കാർഡ് ബില്ലായി ക്യാഷ് രൂപത്തിൽ അടയ്ക്കുകയാണെങ്കിൽ ആ വിവരം ബാങ്ക് നിർബന്ധമായും ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും. രണ്ടാമതായി, നിങ്ങൾ ചെക്ക് വഴിയോ ഓൺലൈൻ ബാങ്കിംഗ് വഴിയോ ആണ് പണം അടയ്ക്കുന്നതെങ്കിൽ പോലും ആ തുക ഒരു വർഷം 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ആയാൽ അതും റിപ്പോർട്ട് ചെയ്യപ്പെടും. ഇതിനർത്ഥം നിങ്ങൾ കാർഡ് വഴി നടത്തുന്ന ഓരോ വലിയ ചെലവും സർക്കാരിന്റെ നിരീക്ഷണത്തിലായിരിക്കുമെന്നാണ്. നിങ്ങളുടെ വാർഷിക വരുമാനവുമായി ഒത്തുപോകാത്ത രീതിയിലുള്ള വലിയ പേയ്മെന്റുകൾ നടത്തിയാൽ ഉറപ്പായും IT ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിശദീകരണം തേടി നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ മാറ്റം, പാൻ കാർഡിന് അപേക്ഷിക്കാൻ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാമെന്നുള്ളതാണ്. പുതിയ നിയമങ്ങൾ നികുതിദായകർക്ക് ചില ആശ്വാസങ്ങളും നൽകിയിട്ടുണ്ട്. നിങ്ങൾ പുതിയൊരു പാൻ കാർഡിന് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയായി ഇനി മുതൽ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു ചെറിയ നിബന്ധനയുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് 3 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ളതാകരുത്. ഇത് പ്രവാസികൾക്കും അടിക്കടി താമസസ്ഥലം മാറുന്നവർക്കും വലിയ ഉപകാരമായിരിക്കും. മുമ്പ് പാസ്പോർട്ടോ ആധാറോ ഒക്കെ വേണമായിരുന്ന സ്ഥാനത്ത് നിങ്ങളുടെ ഏറ്റവും പുതിയ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് തന്നെ അഡ്രസ് പ്രൂഫായി സ്വീകരിക്കപ്പെടും. മൂന്നാമത്തെ മാറ്റം, നികുതി അടയ്ക്കാൻ ക്രെഡിറ്റ് കാർഡും ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ്. ഇതുവരെ നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കാൻ പ്രധാനമായും ഡെബിറ്റ് കാർഡുകളും നെറ്റ് ബാങ്കിംഗ് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമപ്രകാരം ആദായ നികുതി പേയ്മെന്റുകൾ നടത്താൻ ക്രെഡിറ്റ് കാർഡും ഔദ്യോഗികമായി അനുവദിക്കപ്പെടും. ബാങ്കിംഗ് ചാനലുകൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. പെട്ടെന്ന് കയ്യിൽ പണമില്ലാത്ത സാഹചര്യത്തിൽ ടാക്സ് കൃത്യമായ സമയത്ത് അടച്ചു തീർക്കാൻ ഇത് സഹായിക്കും. എന്നാൽ ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് കാർഡ് വഴി ടാക്സ് അടയ്ക്കുമ്പോൾ ഈടാക്കുന്ന ട്രാൻസാക്ഷൻ ചാർജുകൾ നികുതി തുകയേക്കാൾ കൂടുതലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലാഭനഷ്ടങ്ങൾ നോക്കി വേണം ഇത് ഉപയോഗിക്കാൻ. നാലാമത്തെ മാറ്റം, കമ്പനി നൽകുന്ന ക്രെഡിറ്റ് കാർഡുകൾക്കുള്ള നികുതിയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ശ്രദ്ധിക്കുക. ചില കമ്പനികൾ തങ്ങളുടെ ജീവനക്കാർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ ഉപയോഗിക്കാൻ ക്രെഡിറ്റ് കാർഡുകൾ നൽകാറുണ്ട്. ഇത്തരം കാർഡുകളെ ബില്ലോ വാർഷിക ഫീസോ കമ്പനിയാണ് അടയ്ക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ വരുമാനത്തിന്റെ ഭാഗമായി കണക്കാക്കി നികുതി നൽകേണ്ടി വരും. അതായത് കമ്പനി നിങ്ങൾക്കായി ചെലവാക്കുന്ന തുകയിൽ നിന്ന് നിങ്ങൾ തിരിച്ചടയ്ക്കുന്ന തുക കുറച്ചുള്ള ബാക്കി തുക നിങ്ങളുടെ നികുതി ബാധകമായ ആനുകൂല്യമായി മാറും. എന്നാൽ ഒരു കാര്യമുണ്ട്, ഈ കാർഡ് നിങ്ങൾ പൂർണ്ണമായും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് നികുതി നൽകേണ്ടതില്ല. ഇതിനായി കമ്പനി കൃത്യമായ റെക്കോർഡുകളും സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ മാറ്റം എന്നത് ക്രെഡിറ്റ് കാർഡിന് പാൻ നിർബന്ധമാക്കി എന്നതാണ്. മുമ്പും പാൻ കാർഡ് ചോദിക്കാറുണ്ടായിരുന്നെങ്കിലും ഇനി മുതൽ പാൻ കാർഡ് ഇല്ലാതെ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാൻ പോലും സാധിക്കില്ല. ബാങ്കുകളോ മറ്റ് ക്രെഡിറ്റ് കാർഡ് കമ്പനികളോ പുതിയ കാർഡ് നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ പാൻ വിവരങ്ങൾ നിർബന്ധമായും ശേഖരിക്കണം. നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരാനും നികുതി വെട്ടിപ്പ് ഒഴിവാക്കാനുമാണ് സർക്കാർ ഇത്തരം നിയമങ്ങൾ കർശനമാക്കുന്നത്. ചുരുക്കത്തിൽ, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മുമ്പത്തേക്കാൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ആഡംബര വസ്തുക്കൾ വാങ്ങുമ്പോഴോ വിദേശ യാത്രകൾക്കായി ലക്ഷങ്ങൾ ചെലവാക്കുമ്പോഴോ അത് നിങ്ങളുടെ IT റിട്ടേണിൽ കാണിക്കുന്ന വരുമാനവുമായി ഒത്തുപോകുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അനാവശ്യമായ ക്യാഷ് പേയ്മെന്റുകൾ ഒഴിവാക്കി ബാങ്കിംഗ് ചാനലുകൾ വഴി തന്നെ ബില്ലുകൾ അടയ്ക്കാൻ ശ്രമിക്കുക.